ഹലോ നമസ്കാരം, എല്ലാ കൂട്ടുകാർക്കും നിജാസിലേക്ക് സ്വാഗതം. അപ്പോൾ ഈ വീഡിയോ നമുക്ക് ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത് ദ സ്റ്റോറി ഓഫ് എ ഡിസേബിൾഡ് ലിറ്റിൽ ഗേൾ എന്ന് പറയുന്ന ചാപ്റ്ററാണ് കേട്ടോ. അപ്പോൾ ഒരു ഡിസേബിൾഡ് ആയിട്ടുള്ള ഒരു ചെറിയ പെൺകുട്ടിയുടെ, അംഗവൈകല്യമുള്ള ഒരു ചെറിയ പെൺകുട്ടിയുടെ കഥയാണെന്ന് നമുക്കതിൻ്റെ ടൈറ്റിലിൽ നിന്ന് മനസ്സിലാവും. അപ്പോൾ ഇതിൻ്റെ ഓഥർ ടൈയ ഫ്ലോയ്സ് ആണ്. അപ്പോൾ അവരെക്കുറിച്ച് നോക്കുകയാണെങ്കിൽ അവർ ഫേമസ് ആയിട്ടുള്ള ഒരു ഓഥറാണ്, ഡിസബിലിറ്റി ആക്ടിവിസ്റ്റാണ്, അതേപോലെ തന്നെ പോഡ്കാസ്റ്റ് ക്രിയേറ്ററൊക്കെയാണ് കേട്ടോ. അപ്പോൾ അവർ ജനിച്ചത് തന്നെ സ്പാസ്റ്റിക് സെറിബ്രൽ പാൾസി എന്ന് പറയുന്ന ഒരു എന്താ പറയുക അവസ്ഥയോട് കൂടിയിട്ടാണ്. അപ്പോൾ അവരുടെ ആ ഒരു അവസ്ഥയിൽ, അല്ലെങ്കിൽ ആ ഒരു അവസ്ഥയിൽ ജീവിച്ചിട്ട് പോലും അവർ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, അവരുടെ ഫസ്റ്റ് ബുക്ക് അവരുടെ 16ാമത്തെ വയസ്സിൽ 16th ഏജിൽ അവർ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാണ് പറയണത്. അപ്പോൾ ആ ഒരു ഫിസിക്കലി അല്ലെങ്കിൽ അവർക്ക് ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ തരണം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാനും ജീവിതത്തോട് തോറ്റു കൊടുക്കാൻ യാതൊരു തരത്തിലും തയ്യാറല്ലാതെയും ഇരുന്നിട്ടുണ്ടായിരുന്ന ഒരു വ്യക്തിയായിരുന്നു അവരെന്നുള്ള കാര്യം ഓർത്തിരിക്കുക. അപ്പോൾ ഇത് സ്റ്റോറി ഓഫ് എ ഡിസേബിൾഡ് ലിറ്റിൽ ഗേൾ എന്ന് പറയുന്ന ഒരു വാക്കിനകത്ത് അവർ പറയുന്നത് ഒരു പെൺകുട്ടി, അവരുടെ തന്നെ കേസാണ് അവർ പറയുന്നത്, ഒരു പെൺകുട്ടി ഇതേപോലെ ഡിസേബിൾഡ് ആയിട്ടുള്ള ഒരു പെൺകുട്ടി ഒരു വെയിറ്റിംഗ് റൂമിൽ, കളർഫുൾ ആയിട്ടുള്ള വെയിറ്റിംഗ് റൂമിൽ വെയിറ്റ് ചെയ്യുന്ന ഉള്ള ടെഡി ബെയറിനെയൊക്കെ പിടിച്ചുകൊണ്ട് പിന്നീട് അകത്തേക്ക് കടക്കുമ്പോൾ അടുത്ത ഇവൻറ്റുകൾ വരുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത് ഒരു മെഡിക്കൽ ഫെസിലിറ്റിക്ക് വേണ്ടി, ഹോസ്പിറ്റൽ ക്ലിനിക്ക് പോലത്തെ എന്തോ ഒരു സെറ്റപ്പാണ്, അവരുടെ എന്തോ ഒരു എന്താ പറയുക മെഡിക്കൽ പരമായ എന്തോ ഒരു ആവശ്യത്തിന് വേണ്ടി പോയിരിക്കുകയാണ്, നേഴ്സൊക്കെ ഉള്ള സ്ഥലമാണ്. അപ്പോൾ അവിടേക്കാണ് പോയിരിക്കുന്നതെന്ന് മനസ്സിലാവുകയാണ്. പക്ഷെ നമുക്ക് പിന്നീട് അതെന്ന് മനസ്സിലാവുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പെൺകുട്ടിക്കുള്ള ആ ഒരു ഡെഡിക്കേഷൻ, അവരവരുടെ ആ ഒരു ലൈഫിനെ നോക്കിക്കാണുന്ന ആ ഒരു രീതി, അതായത് ഇത്രയൊക്കെ ഡിസബിലിറ്റി ഉണ്ടെങ്കിലും അവളെ സ്വയം കാണാൻ ആഗ്രഹിക്കുന്നത് വളരെ സാധാരണക്കാരിയായ ഒരു പെൺകുട്ടിയായിട്ടാണ്. ഓടാനും, അതായത് കളിക്കാനും എല്ലാ കാര്യങ്ങൾക്കും ചിന്തിക്കാനും സിനിമ കാണാനും ചിരിക്കാനും ഒക്കെ പറ്റുന്ന സാധാരണക്കാരിയായ പെൺകുട്ടിയായിട്ടാണ് അവളെ തന്നെ സ്വയം കാണുന്നത്. ഡിസബിലിറ്റീസ് ഉണ്ടെന്ന് ഒന്നും അവൾ കൺസിഡർ ചെയ്യുന്നത്, അതിൽ അവൾ വീക്കായിരിക്കുമോ അതിൽ വിഷമിക്കുകയോ ഒന്നും ചെയ്യാത്ത ആ പെൺകുട്ടിയുടെ നിശ്ചയദാർഢ്യം, ലൈഫിനോടുള്ള ഒരു മനോഭാവം ഒക്കെയാണ് നമുക്ക് ഇതിനകത്ത് വളരെ ഭംഗിയായിട്ട് കാണാനായിട്ട് സാധിക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് നമ്മുടെ ചാപ്റ്ററിലോട്ട് പോകാം. ഹോൾഡിംഗ് ഓൺ ടു മൈ ടെഡി ബെയർ ഐ ഗ്രാസ്പ് ആസ് എ ബിഗ് ഓട്ടോമാറ്റിക് ഡോർ ഓപ്പൺ. അങ്ങനെ ഓട്ടോമാറ്റിക്കായ ഡോർ അവൾക്ക് മുമ്പിൽ തുറക്കുകയാണ്. അവളുടെ ടെഡി ബെയറിനെ പിടിച്ചുകൊണ്ടാണ് അകത്തേക്ക് കയറുന്നത്. അപ്പോൾ എന്താണ് ഡോർ, എവിടേക്കാണ് അവർ പ്രവേശിക്കുന്നതെന്നൊന്നും മനസ്സിലാവുന്നില്ല. ലുക്കിംഗ് അറൗണ്ട് ആസ് ഐ സീ ജംഗിൾ അനിമൽസ് ഓൺ ദ വാൾ. ചുറ്റുപാട് ഇങ്ങനെ നോക്കുകയാണ്. അവൾക്ക് നോക്കും, അതായത് ഒരു ചുമരിലൊക്കെ ഇങ്ങനെ ജംഗിൾ അനിമൽസ്, കാട്ട് മൃഗങ്ങളുടെയൊക്കെ പെയിൻറ്റിംഗ് ഒക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മളിങ്ങനെ അത്ഭുതത്തോടു കൂടെ നോക്കില്ലേ കുഞ്ഞു കുട്ടികളാകുമ്പോൾ, അതുപോലെ എന്ത് ചെയ്യണം, അവൾ ചുറ്റുപാട് ഇങ്ങനെ ഭയങ്കര അത്ഭുതത്തോട് കൂടിയിട്ട് അമേസ്മെൻറ്റോട് കൂടി അവൾ നോക്കുകയാണ്. റിസപ്ഷനിസ്റ്റ് ഡെസ്ക് ഐ സിറ്റ് ഡൗൺ നെക്സ്റ്റ് ടു എം ടി സീറ്റ് ഇൻ ദ കോർണർ. ഇപ്പോൾ കോർണറിലുള്ള ഒരു എം ടി സീറ്റിനടുത്തായിട്ട് എന്ത് ചെയ്യാണ്, അവൾ പോയിട്ട് ഇരിക്കുകയാണ് റിസപ്ഷനിസ്റ്റിൻ്റെ ഡെസ്കിനോട് ചേർന്നിട്ടുള്ള ഒരു സ്ഥലത്തായിട്ട്. ലുക്ക് അറ്റ് ഓൾ ദ ടോയ്സ് ആൻഡ് തിങ്, ഓൾ ദീസ് ടോയ്സ് ആർ ഫോർ മീ. ഇപ്പോൾ ചുറ്റുപാടുമുള്ള ഓരോ വസ്തുക്കളും കാണുമ്പോൾ അവൾ വിചാരിക്കാം, ഈ ടോയ്സ് എല്ലാം എന്താണ്, ഇതെല്ലാം എനിക്കുള്ളതാണ് എന്നവൾ വിചാരിക്കുകയാണ്. ആസ് ദ ബ്രൗൺ ഡോർ ഓപ്പൺസ് എ നേഴ്സ് വെയറിംഗ് ഹാർട്ട് പാറ്റേൺഡ് സ്ക്രബ്സ് അപ്രോച്ചസ് മീ ആൻഡ് സേസ് മൈ നെയിം. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു ബ്രൗൺ ഡോർ അവളുടെ മുന്നിലായിട്ട് വീണ്ടും തുറക്കുകയാണ്. അവിടെ നിന്നൊരു നേഴ്സ് വരുന്നു, അവളുടെ പേര് വന്നിട്ട് വിളിക്കുകയാണ് ചെയ്യുന്നത്, ഫ്ലോസ് ചൈലിയ. റിയാലിറ്റി കിക്സ് ഇൻ. അവളുടെ പേര് വിളിച്ചപ്പോഴാണ് അവൾക്ക് ആ സത്യം മനസ്സിലാവുന്നതല്ല, അവൾ തിരിച്ചറിയും. അതായത് വീണ്ടും ആ റിയാലിറ്റി, അതുവരെ അവൾ ആ ഒരു എന്താ പറയുക, ഒരു നഴ്സറിയിലൊക്കെ പോയിരിക്കുന്ന ഫീലിലാണ് അവൾ ഇരിക്കുന്നത്. ചുറ്റുപാടുള്ള കളറുകളെയും ഓരോ വസ്തുക്കളെയും ഒക്കെ എൻജോയ് ചെയ്ത് നല്ല രസമായിട്ടിരിക്കുകയാണ്. അപ്പോഴാണ് അവൾ റിയാലിറ്റിയിലേക്ക് തിരിച്ചു വരുന്നത്. ഐ എം നോട്ട് ദ നോർമൽ ലിറ്റിൽ ഗേൾ ദാറ്റ് ഐ തിങ്ക് ഐ ആം. ഞാൻ വിചാരിക്കുന്ന പോലെ ഒരു നോർമൽ ഗേൾ അല്ല. എൻ്റെ വിചാരം ഞാനൊരു നോർമൽ ഗേൾ ആണെന്ന്, പക്ഷെ ശരിക്കും ഞാൻ അങ്ങനെയല്ല. I'm in something called a wheelchair because I can't walk and have to wear braces on my feet with pink straps. എനിക്ക് ഈ പറഞ്ഞ പോലെ വീൽ ചെയറിൽ മാത്രമേ മൂവ് ചെയ്യാൻ പറ്റുള്ളൂ, കാരണം എനിക്ക് നടക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ വീൽ ചെയർ പോലത്തെ ഒരു സാധനത്തിലാണ് ഞാൻ എപ്പോഴും ഇരിക്കുന്നത്. മാത്രമല്ല ഞാൻ ഈ പറഞ്ഞ പോലെ ബ്രേസസ് ഇട്ടിട്ടുണ്ട്, എൻ്റെ ഫീറ്റിൽ, എൻ്റെ പാദത്തിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ബ്രേസസ് യൂസ് ചെയ്തിട്ടുണ്ട്. അതൊരു പിങ്ക് കളർ സ്ട്രാപ്സ് ഇട്ടിട്ടാണ് കെട്ടിയിരിക്കുന്നത്. I don't know what's wrong with me, but I know I'm different from most. പക്ഷെ എനിക്ക് അറിയില്ല എന്താണ് പ്രശ്നം, മറ്റുള്ളവരെ പോലെ നടക്കാൻ പറ്റാത്തത് എന്തിനാണ് ഞാൻ വീൽ ചെയർ ഉപയോഗിക്കുന്നത്, എന്തിനാണ് ഞാൻ ബ്രേസസ് ഇട്ടിരിക്കുന്നത് എന്നൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. പക്ഷെ എനിക്കറിയാം ഞാൻ മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തയാണെന്നുള്ളത്. I can still play with Barbies and have a little laugh and still get a bit sad. എനിക്ക് പക്ഷെ ഇപ്പോഴും ബാർബീസിനൊക്കെ യൂസ് ചെയ്തുകൊണ്ട് കളിക്കാനൊക്കെ എന്നെ കൊണ്ട് പറ്റും. ചിരിക്കേണ്ട സമയത്ത് എനിക്ക് ചിരിക്കാനും അതേപോലെ വിഷമിക്കേണ്ട സമയത്ത് വിഷമിക്കാനും ഒക്കെ പറ്റും. അത് അവൾ സ്വയം അവളെ തന്നെ പറഞ്ഞ് മനസ്സിലാക്കുകയാണ്. അതായത് മറ്റുള്ളവരെ പോലെ തന്നെയാണ് ഞാനും വലിയ വ്യത്യാസമൊന്നുമില്ല, നോർമൽ തന്നെയാണ് ഞാനും എന്ന് സ്വയം ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നതാണ്. I can still play on the playground and swing on the swings. എനിക്ക് പ്ലേ ഗ്രൗണ്ടിൽ കളിക്കാൻ പറ്റും, അതേപോലെ തന്നെ സ്വിങ്ങിൽ ഇരുന്നിട്ട് ഊഞ്ഞാലാടാനൊക്കെ പറ്റും. It may take me a while, but I'll get to where I need to be.
ചിലപ്പോൾ കുറച്ച് സമയമൊക്കെ കൊടുക്കും, എന്തായാലും എന്ത് ചെയ്യും, ഞാനും എന്ത് ചെയ്യും, എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ അതൊക്കെ ചെയ്യാറുണ്ട്. ഐ ക്യാൻ സ്റ്റിൽ ബി യുവർ ബെസ്റ്റ് ഫ്രണ്ട് ബട്ട് യു മേ ഹാവ് ടു പുഷ് മീ അറൗണ്ട് വിത്ത് യുവർ ഹാൻഡ്സ് ഇഫ് ഐ ഗെറ്റ് ടു വീക്ക്. എനിക്ക് നിങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ട് ആവാൻ പറ്റും. ഇനിയിപ്പോൾ ഈ ഒരു അസുഖം കാരണം ആരെങ്കിലും അവളെ ബെസ്റ്റ് ഫ്രണ്ട് ആക്കാതിരുന്നാലോ എന്ന് വിചാരിച്ചിട്ട് ആൾ പറഞ്ഞു എനിക്ക് നിങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ട് ആവാൻ പറ്റും, പക്ഷേ നിങ്ങളൊരു സപ്പോർട്ട് എനിക്ക് വേണ്ടി ചിലപ്പോൾ ഞാൻ വല്ലാതെ വീക്കാവും ഫിസിക്കലി, എനിക്ക് ചിലപ്പോൾ നിൽക്കാൻ പറ്റാത്തൊരവസ്ഥ വരുമ്പോൾ ഒന്ന് താങ്ങേണ്ടതായിട്ട് വരും. ഐ സ്റ്റിൽ ഹാവ് എ ഫേവറേറ്റ് കളർ ജസ്റ്റ് ലൈക്ക് യു ആൻഡ് ദാറ്റ് ഇസ് പിങ്ക്. എനിക്ക് എന്തുണ്ട്, എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും എനിക്ക് നല്ല ഇഷ്ടമുള്ളൊരു ഫേവറേറ്റ് കളറുണ്ട്. അത് നിങ്ങളെ എല്ലാവർക്കും ഉണ്ടാവുമല്ലോ ഫേവറേറ്റ് കളേഴ്സ്, അതുപോലെ എനിക്കും നല്ലൊരു ഫേവറേറ്റ് കളറുണ്ട്, അത് പിങ്കാണ്. ഐ സ്റ്റിൽ ലൈക്ക് വെജിറ്റബിൾസ്, എനിക്ക് വെജിറ്റബിൾസ് ഇഷ്ടമാണ്, എസ്പെഷ്യലി ക്യാരറ്റ്സ് വിത്ത് റാഞ്ച്. ഐ സ്റ്റിൽ ലൈക്ക് ടു പ്ലേ കിക്ക് ബോൾ ആൻഡ് റൺ അറൗണ്ട് ദ ബേസസ് ഇൻ മൈ വീൽ ചെയർ സോ ഡോണ്ട് ബി അഫ്രൈഡ് ടു എവർ ആസ്ക് മീ ടു കം ആൻഡ് പ്ലേ. എനിക്ക് കിക്ക് ബോൾ കളിക്കാനൊക്കെ പറ്റും. അപ്പോൾ അതുകൊണ്ട് എനിക്ക് അതൊക്കെ മൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എനിക്ക് എൻ്റെ വീൽ ചെയർ യൂസ് ചെയ്ത് മൂവ് ചെയ്യാം. അപ്പോൾ അതുകൊണ്ട് ഇനിയിപ്പോൾ ആരെങ്കിലും എന്നോട് എങ്ങനെയാണ് കളിക്കാൻ വരുമെന്ന് ചോദിക്കാമെന്ന് വിചാരിച്ച് മടിച്ച് ചോദിക്കാതിരിക്കേണ്ട, എനിക്ക് വരാൻ പറ്റൂട്ടോ എന്ന് പറയണേ. ഇനിയിപ്പോൾ ആരെങ്കിലും അങ്ങനെ ചിന്തയുണ്ടെങ്കിൽ അത് മാറിക്കോട്ടെ എന്ന് വെച്ചിട്ടാണ് അവൾ അങ്ങനെ പറയണം. I still like to watch funny movies and I hate scary ones because they make me jump. എനിക്ക് ഫണ്ണി മൂവീസൊക്കെ ഞാനിരുന്ന് കാണാറുണ്ട്, എനിക്ക് ഇഷ്ടമാണ്. അതേപോലെ തന്നെ എന്താണ് പേടിയുള്ള സിനിമകൾ പക്ഷേ എനിക്ക് കാണാൻ ഇഷ്ടമല്ല, കാരണം അത് പേടിച്ച് കഴിഞ്ഞാൽ ഞാനിങ്ങനെ ഇരുന്നിടത്ത് ഇങ്ങനെ എഴുന്നേൽക്കുന്ന പോലെ തോന്നും. I am just like you. The only difference I am a little girl that uses a wheelchair to get around from place to place. ഞാൻ നിങ്ങളെ പോലെ തന്നെയാണ്. ആകെയുള്ളൊരു ഡിഫറൻസ് എന്ന് പറയുന്നത് എനിക്കൊരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോകണമെങ്കിൽ വീൽ ചെയർ വേണം. And I don't understand why just yet, but I hope that one day I could understand. പക്ഷെ എനിക്കറിയില്ല എന്തുകൊണ്ടാണ് അങ്ങനെ വേണ്ടി വരുന്നതെന്ന് ചോദിച്ചാൽ ഇതുവരെ എനിക്കറിയില്ല, പക്ഷെ ഒരിക്കലും എനിക്കത് മനസ്സിലാവുമായിരിക്കും. ബട്ട് ഫോർ നൗ ഐ വിൽ ജസ്റ്റ് സിംപ്ലി ബി ടൈലിയ. പക്ഷേ ഇതുവരെ ഇപ്പോൾ ഞാൻ എന്തായിട്ടിരിക്കുന്നു, ഞാൻ ടൈലിയ ആയിട്ട് തന്നെ ഇരിക്കാം, ഞാനായി തന്നെ ഇരിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതിൽ കൂടുതലായിട്ട് എനിക്ക് പ്രത്യേകിച്ച് ഒന്നും ആവശ്യമില്ല, ഞാനായി തന്നെ ഇരിക്കുന്നു. എനിക്ക് ആ ഒരു ഡിഫിക്കൽട്ടീസിനെ കുറിച്ചൊന്നും ഓർത്ത് വല്ലാതെ ബോധറാവുന്നില്ല കുട്ടി എന്നതാണ് അതിൻ്റെ പ്രധാന പോയിന്റ് കേട്ടോ. അപ്പോൾ ഇതാണ് നമുക്ക് ഇതിനകത്ത് ഡിസ്കസ് ചെയ്യാനുള്ളത്. അവരുടെ ആ കുട്ടിയുടെ ജീവിതത്തെക്കുറിച്ചുള്ള ഒരു കാഴ്ചപ്പാടാണ് നമുക്ക് ഇതിനകത്ത് നിന്ന് കാണാനായിട്ട് പറ്റുന്നത്. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഇതിനകത്ത് ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളൂ. അപ്പോൾ അടുത്ത ചാപ്റ്ററിൽ വീണ്ടും കാണാം. താങ്ക്